എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിക്കാരുടെ എല്ലാമായിരുന്ന നമ്മുടെ ടി കെ ചാത്തുണ്ണേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ്. നമുക്കറിയാം, ഉത്സവങ്ങളെക്കാളും പെരുന്നാളുകളെക്കാളും ഒക്കെ ഉപരി ചാലക്കുടിക്കാർ നെഞ്ചിലേറ്റി വെച്ചിരുന്ന ഒരു വലിയ മതമാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിൽ ഏറ്റവും അധികം ചാലക്കുടിയുടെ പേര് വാനോളം ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ചാത്തുണ്ണേട്ടൻ്റെ വീടാണിത്. ഇന്നും ചാത്തുണ്ണേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവവായുവായിരുന്നു ഫുട്ബോൾ. പന്ത് കളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നെഞ്ചിലുള്ള ഏറ്റവും വലിയ താളം. അതുപോലെ കുട്ടികളോടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്നേഹം. എത്ര ചെറിയ ക്യാമ്പിലായാലും അദ്ദേഹം പോയി ആ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഫുട്ബോൾ ഗെയിമിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏത് ചെറിയ ക്യാമ്പുകളിലായാലും തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോയി ചെയ്യുന്ന ഒരാളായിരുന്നു ചാത്തുണ്ണേട്ടൻ. എനിക്കറിയാവുന്ന ചാത്തുണ്ണേട്ടൻ. അങ്ങനെയുള്ള ചാത്തുണ്ണേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, റീത്തുകളേക്കാൾ എൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് ഫുട്ബോളുകൾ ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ ചാത്തുണ്ണേട്ടൻ്റെ ഫുട്ബോളുകൾ ഇന്ന് ഏറ്റുവാങ്ങാനായിട്ട് അന്നനാട് സ്കൂളിലെ PTA അതുപോലെ തന്നെ HM ഉൾപ്പെടെയുള്ള സ്കൂളിലെ അധികൃതർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണ്ണുനീലി വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയെ പറ്റി നിങ്ങൾക്കറിയാം. കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഫുട്ബോൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഇണ്ണുനീലി വായനശാല അന്നനാട് സ്കൂളിൽ ഒരു ഫുട്ബോൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് മറ്റ് സ്കൂളുകളൊക്കെ തന്നെ ഇണ്ണുനീലി വായനശാല ഇത്തരത്തിലുള്ള അക്കാദമികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്നനാട് നിന്നും വളർന്നു വരുന്ന താരങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇണ്ണുനീലി വായനശാല അന്നനാട് സ്കൂൾ ഫുട്ബോൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി ഇനി ചാത്തുണ്ണിയേട്ടൻ്റെ പ്രിയപ്പെട്ട പന്തുകളായിരിക്കും ആ കുട്ടികൾക്കുണ്ടാകുക. ആ പന്തുകൾ ചാത്തുണ്ണിയേട്ടൻ്റെ പന്തുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിറകിൽ നിൽക്കുന്ന സ്കൂൾ അധികൃതർ നമ്മുടെ ചാത്തുണ്ണിയേട്ടൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ചാത്തുണ്ണി സാറിൻ്റെ ഓർമ്മപ്പന്തുകൾ മൈതാനങ്ങളിലേക്ക്. മുൻ ദേശീയ ഫുട്ബോൾ താരവും വിഖ്യാത പരിശീലകനുമായ ടി കെ ചാത്തുണ്ണിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ലഭിച്ച ഫുട്ബോളുകൾ അക്കാദമിക്ക് കൈമാറി. റീത്തുകൾക്ക് പകരം പന്തുകൾ നൽകിയാൽ മതിയെന്നും അവ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണമെന്നുമായിരുന്നു ടി കെ ചാത്തുണ്ണിയേട്ടൻ്റെ ആഗ്രഹം. ചാലക്കുടിയുടെ അഭിമാനമായ പ്രിയപ്പെട്ട പരിശീലകൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടാകെ ഫുട്ബോളുകളുമായി അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മരണാനന്തരം ലഭിച്ച പന്തുകൾ ടി കെ ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണ്ണലത, സഹോദരൻ വിശ്വംഭരൻ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് കൈമാറി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്ക് പരിശീലനത്തിനായാണ് പന്തുകൾ കൈമാറിയത്. ടി കെ ചാത്തുണ്ണി എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളും സ്വപ്നങ്ങളും പേറിയ ആ കാൽപന്തുകൾ ചാലക്കുടിയിലെ മൈതാനങ്ങളിൽ ഇനി ഉരുളും. സ്കൂൾ മാനേജർ CA ഷാജി, അക്കാദമിക് കോർഡിനേറ്റർ K കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് PR രാജേഷ്, ഹെഡ്മിസ്ട്രസ് മാലിനി MP, ഫുട്ബോൾ താരം സുനിൽ അന്നനാട്, പരിശീലകരായ രാഹുൽ VN, അജിത് ടോമി, അക്കാദമിയിലെ കുട്ടികളായ നീരജ്, നിശാൽ എന്നിവർ ചേർന്ന് പന്തുകൾ ഏറ്റുവാങ്ങി. ചാത്തുണ്ണിയേട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഫുട്ബോളിനെയും ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമിനെയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് ഫുട്ബോളിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പന്തുകൾ, ഫുട്ബോളുകളാണ് ഇന്ന് അന്നനാട് സ്കൂളിലെ ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി നൽകുന്നത്. എന്താണ് ഈ കുട്ടികളോട്, വളർന്നു വരുന്ന ഈ കുട്ടികളോട് പറയാനുള്ളത്? ഒരു നല്ല നിലയിലെത്തണം എന്നുള്ളത് എപ്പോഴും അവരുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും, സാറിൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നനാടിൻ്റെ ചിരകാല പ്രാർത്ഥനയായിട്ടുള്ള ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങുവാനായിട്ട് ഒത്തിരി നാളുകളായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഇവിടെ ഫുട്ബോളുകൾ ഏറ്റുവാങ്ങാൻ ചാത്തുണ്ണി സാറിൻ്റെ ശ്വാസം അടങ്ങിയിട്ടുള്ള ആ ശ്വാസം കൊണ്ട് നിറച്ച ഫുട്ബോൾ ഏറ്റുവാങ്ങുവാനായിട്ട് ഇന്ന് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എല്ലാവർക്കും ചാത്തുണ്ണി സാറിൻ്റെ കുടുംബത്തിന് പ്രത്യേകം നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചാത്തുണ്ണി സാറ് ചാലക്കുടി സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ആ സ്കൂളിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പത്നി ഇങ്ങനൊരു സംഭവം നമ്മളെ വിളിച്ചറിയിച്ചപ്പോൾ വളരെയധികം ഇതോടുകൂടിയിട്ടാണ് ഞാൻ ആ സംഭവം കേൾക്കാനായിട്ട് വന്നത്. സുനി എന്നെ വിളിച്ചറിയിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ഫുട്ബോൾ താരവും പരിശീലകനായിരുന്നു ചാത്തുണ്ണി സാറ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അദ്ദേഹം മരിക്കുമ്പോൾ റീത്തുകൾക്ക് പകരം ഫുട്ബോളുകൾ എല്ലാവരും കൊണ്ടുവന്ന മതിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ചാത്തുണ്ണി മാഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനരികിൽ ഒരുപാട് ഫുട്ബോളുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ബോളുകളൊക്കെ ഈ നാട്ടിലെ നമ്മുടെ ചാലക്കുടിയിലെ അടക്കമുള്ള ഫുട്ബോൾ താരങ്ങൾക്ക്, കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനായി കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ലഭിച്ച പന്തുകളിൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ പത്നി അന്നനാട് സ്കൂളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി, അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി
ഇന്ന് സംഭാവന ചെയ്യുകയാണ്. വളരെ വൈകാരികമായ ഒരു നിമിഷമാണ്. ഒരു ലെജൻഡായിട്ടുള്ള ചാത്തുണ്ണി മാഷ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്വാസമാണ് ഈ പന്തുകളിൽ നിറച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കിട്ടിയിട്ടുള്ള ഈ പന്തുകൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും അത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനായി കൊടുക്കാൻ കഴിയുന്നതിലും ഒത്തിരി സന്തോഷം. ചാത്തുണ്ണി മാഷിൻ്റെ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്.